ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാ സേന ഭീകരരെ വളഞ്ഞതായി റിപ്പോർട്ട്. 2 ലഷ്കർ ഭീകരരെ വളഞ്ഞെന്നും ഒരാളെ വധിച്ചെന്നുമാണ് വിവരം. പ്രദേശത്ത് സുരക്ഷാ സേനയും ഭീകരരും ഏറ്റുമുട്ടൽ തുടരുന്നു. ജിഷ്ണു കൃഷ്ണനൊപ്പം ചേരുന്നു. ജിഷ്ണു, എന്താണ് സൈനിക നീക്കം? കൃഷ്ണാജി, നിലവിൽ ഷോപ്പിയാൻ മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഷോപ്പിയാനിൽ ഇന്ന് രാവിലെയോടുകൂടിയാണ് സംയുക്ത പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. അതായത് ഭീകരർ തമ്പടിച്ചിട്ടുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യവും CRPF-ഉം ജമ്മുകശ്മീർ പോലീസും സംയുക്തമായ ഒരു പരിശോധന ഷോപ്പിയാൻ മേഖലയിൽ ഉണ്ടായത്. തുടർന്ന് ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിക്കുമ്പോൾ ഈ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരരെ വധിച്ചു എന്നുള്ളതാണ് നിലവിൽ വ്യക്തമാക്കുന്നത്. അതിന്റെ കൃത്യമായിട്ടുള്ള പ്രതികരണം സൈനിക വൃത്തങ്ങൾ ഈ ഓപ്പറേഷൻ പൂർത്തിയായാൽ നൽകുമെന്ന് മനസ്സിലാക്കുന്നു. മേഖലയിൽ 3 ഭീകരർ തമ്പടിച്ചിട്ടുണ്ട്. ലഷ്കർ ഇ തൈബ ഭീകരരാണ് ഷോപ്പിയാൻ മേഖലയിൽ ആയുധങ്ങളുമായി തമ്പടിച്ചത് എന്നാണ് സൈന്യത്തിന് ലഭിച്ച വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്തിയത്. മേഖലയിൽ പരിശോധന ഇപ്പോഴും നടത്തുന്നു. ഒപ്പം ഏറ്റുമുട്ടൽ തുടരുകയാണ്. 3 ഭീകരരെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഭീകരരെ വധിച്ചതും മറ്റു 2 ഭീകരരെ വളഞ്ഞ് ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഷോപ്പിയാന് പുറമെ അതിർത്തി മേഖലകളിലെല്ലാം സംയുക്തമായിട്ടുള്ള പരിശോധന നിലവിൽ സൈന്യം നടത്തി വരികയാണ്. കാരണം അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ നിലവിൽ രാജ്യത്തിനകത്ത് മുൻപ് നുഴഞ്ഞു കയറിയിട്ടുള്ള വിവിധ ഭീകര സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ, നിലവിലുള്ള ഇത്തരത്തിൽ ഭീകരവാദികൾ രാജ്യത്തിനകത്ത് സ്ഫോടനവും സാധാരണക്കാർക്ക് നേരെ വീണ്ടും അക്രമം നടത്താനുമുള്ള സാധ്യതയും റിപ്പോർട്ടും സുരക്ഷാ സേനയ്ക്ക് മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ നടപടികളുടെ ഭാഗമായി വിശദമായ പരിശോധന അതിർത്തി മേഖലകളിലും ഒപ്പം മുൻപ് ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മേഖലകളിലുമെല്ലാം തന്നെ സൈന്യം നടത്തിയിരുന്നു. അത്തരത്തിൽ ഭീകരർ തമ്പടിച്ചിട്ടുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷോപ്പിയാനിലും സൈന്യം പരിശോധന നടത്തിയത്. അതിനിടയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഒരു ഭീകരരെ വധിച്ചു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ജിഷ്ണു, ഒരു തരി വിശ്വസിക്കാനാകുന്നില്ലല്ലോ ഈ പാകിസ്ഥാനെ. ഒരു വശത്ത് വെടിനിർത്തൽ വന്ന രാത്രിയും ഡ്രോണുകൾ അയക്കുന്നു. കഴിഞ്ഞ ദിവസവും അതുണ്ടായി. ഈ ഭീകരരെ നുഴഞ്ഞുകയറ്റാൻ പ്രേരിപ്പിക്കുന്നു. എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാൻ ചതിയുടെ അങ്ങേയറ്റത്താണ് എന്ന് ആവർത്തിച്ച് വിളിച്ചു പറയുന്നു സ്വയം, അല്ലേ? കൃഷ്ണാജി, അത്തരത്തിൽ വെടിനിർത്തൽ ധാരണയിൽ എത്തിയിട്ടും നിരവധി തവണ അതിർത്തിയിൽ പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ സൈന്യത്തിന് സാധിച്ചു. ഇന്നലെ രാത്രിയും ചില മേഖലകളിൽ അതിർത്തി കടന്ന് ഡ്രോൺ വരാനുള്ള പരിശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായി. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും വ്യോമ പ്രതിരോധ സംവിധാനവും സംയുക്തമായാണ് ആ ഡ്രോണുകൾ നിർവീര്യമാക്കിയിട്ടുള്ളത്. പക്ഷേ നേരത്തെ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാനും പാക് ഭീകരരും അതിർത്തിയിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചൊരു വലിയ പ്രകോപനത്തിന് കഴിഞ്ഞ 2 രാത്രികളിലായി നിലവിൽ ശാന്തമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം രാത്രിയും ഒപ്പം മിനിയാന്ന് രാത്രിയും യാതൊരു തരത്തിലുമുള്ള പ്രകോപനം കരമാർഗത്തിലൂടെ അതിർത്തി മേഖലയിൽ അത് പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് ജമ്മു കശ്മീർ അതിർത്തി മേഖലയിൽ പൂഞ്ച്, രജൌരി, കുപ്വാര, ബാരാമുള്ള, ഉറി സെക്ടറുകളിൽ അത്തരത്തിൽ നേരിട്ട് കരമാർഗത്തിലൂടെ പ്രകോപനം ഉണ്ടായില്ല. പക്ഷേ കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെയും ചതിയുടെ ഏതറ്റം വരെ പോകാനും ധൈര്യം കാണിക്കുന്ന അല്ലെങ്കിൽ അത് ചെയ്യാൻ സാധിക്കുമെന്നും മുൻപ് പ്രവർത്തികളിലൂടെ തെളിയിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് പ്രതിരോധ നിര ശക്തമാണ്. അതിർത്തി മേഖലയിൽ പരിശോധന നടത്തുന്നു. അതിർത്തി മേഖലയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തിനും ഭീകരർക്കും അതിർത്തി കടന്നുകൊണ്ട് ഇത്തരത്തിൽ ഈ പ്രകോപനം സൃഷ്ടിക്കാൻ സാധിക്കാത്തതിനാലാണ് രാജ്യത്തിനകത്തുള്ള ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട് സ്ഫോടനം നടത്താനുള്ള ശ്രമം അല്ലെങ്കിൽ ഭീകരാക്രമണം നടത്താനുള്ള ശ്രമം ഈ ഭീകര ശക്തികൾ ശ്രമിക്കുന്നത്. അതിനെയും കാര്യക്ഷമമായി പ്രതിരോധിക്കാൻ ഭാരതത്തിന്റെ സൈന്യത്തിന് സാധിക്കുന്നുണ്ട്. വളരെ കൃത്യമായി നിലവിൽ ഈ ആക്റ്റീവായി വരുന്ന ഭീകരരെ കണ്ടെത്തുന്നതിനും അവരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനുമാണ് ഇത്തരത്തിലുള്ള സംയുക്ത പരിശോധന തുടരുന്നത്. അതിന്റെ ഭാഗമായാണ് ഷോപ്പിയാനിൽ ലഷ്കർ ഇ തൈബ ഭീകരരെ വളയുകയും നിലവിൽ ഒരു ഭീകരരെ വധിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതും. കൃഷ്ണരാജ്. ശരി ജിഷ്ണു.